കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. മച്ചാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദിനെതിരെ അന്വേഷണം നടത്തി വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് പരാതി സമർപ്പിച്ചത്. മച്ചാട് വനമേഖലയിലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമലംഘനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി ശക്തമായ നിയമ പോരാട്ടങ്ങളാണ് നടത്തിയിരുന്നത്. ഈ UDF ഭരണകാലത്ത് ഇത്തരം നിയമലംഘനങ്ങൾക്ക് വീണ്ടും കൂട്ടുപിടിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. അതിലൊരു ഉദ്യോഗസ്ഥനാണ് മച്ചാട് റേഞ്ച് മേഖലയിലെ ഡെപ്യൂട്ടി റേഞ്ച് ആയിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിയമലംഘനങ്ങൾക്ക് വഴിവിട്ട സഹായം നൽകിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിനോദ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി റേഞ്ചർ. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി നിയമപരമായും തന്നെ CM-നും അതേപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഷിബു ബേബി ജോണിനും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ വകുപ്പ് തല നടപടികൾ ഈ ഉദ്യോഗസ്ഥനെതിരെ വേണമെന്നാണ് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിക്ക് പരാതി പറയുന്നത്. കാരണം ഈ ഉദ്യോഗസ്ഥൻ ഏറെക്കാലമായി തന്നെ ഒരു മേഖലയിൽ തന്നെ ഏറെ വർഷക്കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനും ലഭിക്കാത്ത രീതിയിലുള്ള ഇത്തരം വഴിവിട്ട ആനുകൂല്യങ്ങൾ ഈ ഉദ്യോഗസ്ഥന് മാത്രം എങ്ങനെ ലഭിക്കുമെന്നത് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒന്ന് വിലയിരുത്തണം. അദ്ദേഹത്തെ നിയമപരമായി കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിയമലംഘനങ്ങൾക്ക് നമ്മൾ ഹൈക്കോടതിയിൽ വരെ പല കേസുകൾക്കും നമ്മൾ ടേക്ക് എ ബ്രേക്ക് പോലുള്ള കേസുകൾക്ക് നമ്മൾ പരാതി ഹൈക്കോടതി വരെ നൽകിയിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട്, വകുപ്പിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ വകുപ്പ് നില നടപടി എടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വകുപ്പിനെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് DF ഉൾപ്പെടെ മച്ചാട് റേഞ്ച് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ഫോറസ്റ്റ് നിയമ ലംഘനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ മാത്രം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ നിന്നുകൊണ്ട് ചില കക്ഷി രാഷ്ട്രീയ സംഘടനകൾക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇതൊരു ആ വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അപമാനമാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ. മച്ചാട് വനമേഖലയിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥൻ കൂട്ടുനിൽക്കുന്നുവെന്നും നേരായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെന്നുമാണ് പ്രധാന ആരോപണം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഏറെ വർഷങ്ങളായി ഒരേ മേഖലയിൽ തുടരുന്ന ഇദ്ദേഹം ചെപ്പാറയിലെ ടേക്ക് എ ബ്രേക്ക് അനധികൃത നിർമ്മാണ വിഷയത്തിലടക്കം വകുപ്പിന് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു.